4 മണിക്കൂർ 100 പൗണ്ടിൻ്റെ ഷിഫ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടുങ്കാട്ടിക്കൂടുള്ള യാത്ര. വീടും ഇല്ല, മനുഷ്യനും ഇല്ല, എവിടെയോ ലോസ്റ്റാണ് നമ്മൾ. എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമുക്ക് ആമസോണിൽ ഒരു ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 3 മണി തൊട്ട് 7 മണി വരെ 4 മണിക്കൂറാണ്. 100 പൗണ്ടാണ് അവർ ഓഫർ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം 4 മണിക്കൂർ ആമസോൺ റൂട്ടിന് അവർ എന്താണ് തരുന്നത്. ഉറപ്പായിട്ടും പാടായിരിക്കും, പക്ഷേ നമുക്ക് പോയി നോക്കാം. ചെയ്തിട്ട് ഞാനെൻ്റെ എക്സ്പീരിയൻസ്. നമുക്കങ്ങനെ സാധാരണ 4 മണിക്കൂർ 100 പൗണ്ടിനൊന്നും കിട്ടുന്നതല്ല, പക്ഷേ ഇന്ന് എന്നാണെന്നറിയത്തില്ല, മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. എനിവേ നമുക്ക് വെയർ ഹൗസിലോട്ട് പോയി നോക്കാം, എങ്ങോട്ടാണ് കിട്ടുന്നതെന്നും എത്ര പാഴ്സൽ കിട്ടുമെന്നും ഏത് സ്ഥലത്തോട്ടാണെന്നൊക്കെ നമുക്ക് പോയിട്ട് നോക്കാവേ. വണ്ടിക്കകത്ത് ഇപ്പം 74% ചാർജേ ഉള്ളൂ. 185 മൈൽ കൂടെ പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ചാർജിനകത്ത് വേണം നമുക്ക് ഇന്നത്തെ ഷിഫ്റ്റ് എടുത്ത് വീട് വരെ ചെല്ലാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു 10-15 മിനിറ്റ് എവിടെ നിന്ന് ചാർജ് ചെയ്യേണ്ടി വരും. അതും ഇതിനകത്തൊരു ഫാക്ടറാണ്. അപ്പോൾ എനിവേ നമുക്ക് പോയി നോക്കാം. ഇവിടെ നല്ല ക്യൂ ആണെന്ന് നിന്ന് ഏകദേശം ഒരു 5-6 മിനിറ്റായി നമ്മളിതുവരെ കയറ്റി വിട്ടില്ല. ഞാൻ ഇങ്ങനെ വിൻമില്ലിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാം. അപ്പോൾ ഇതൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് പാർക്ക് ചെയ്തു. ഇനിയിപ്പം ദൂരെ നിന്ന് നമുക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരും. കണ്ടോ, ഇതിൻ്റെ തൊട്ട് താഴെ വരുമ്പോഴേ അറിയത്തുള്ളൂ ഇത് എന്തുമാത്രം വലുതാണെന്ന് കേട്ടോ. എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എങ്ങനെ എടുക്കുന്നത്. ഇപ്പോൾ അയക്കുന്നവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആമസോൺ ഫ്ലെക്സ് സൈനപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആമസോൺ ഫ്ലെക്സ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ 1 ഇയർ ലൈസൻസ്, UK ലൈസൻസ് കിട്ടിയിട്ട് 1 ഇയർ ആയിരിക്കണം. ഡെലിവറി ചെയ്യാൻ വേറൊരു ഇൻഷുറൻസ് വേണം. കാറിൻ്റെ ഇൻഷുറൻസിന് പുറമെ ആ കമ്പനിയുടെ പേര് ഇൻഷൂർ എന്നാണ്. അതുപോലെ തന്നെ ആപ്പിൻ്റെ പേര് ആമസോൺ ഫ്ലെക്സ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. എൻ്റെ മുന്നിലുള്ള ആൾക്ക് കിട്ടിയേ അടുത്ത ഞാൻ. അപ്പം നമുക്ക് വണ്ടിയുടെ പുറത്തോട്ട് ഇറങ്ങി നിൽക്കാം. അപ്പോൾ ഇതാണ് നമുക്കുള്ള റൂട്ട്. നമുക്ക് 25 പാഴ്സലുണ്ട്. അപ്പം ഈ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തു. 14 പാഴ്സൽ നമ്മുടെ വണ്ടിക്കകത്ത് നമുക്ക് അടുക്കി വെക്കാം. ഈ പാഴ്സലിൽ ഒരു യെല്ലോ സ്റ്റിക്കർ ഉണ്ടോ, ആ സ്റ്റിക്കറാണ് സ്റ്റോപ്പിൻ്റെ എണ്ണം. അപ്പോൾ ഇതിപ്പോൾ 8ാമത്തെ സ്റ്റോപ്പാണ്, ഇത് 5ാമത്തെ സ്റ്റോപ്പാണ്. അപ്പം അതനുസരിച്ച് വേണം നമ്മളെടുത്ത് വണ്ടിക്കകത്ത് വെക്കാൻ. അപ്പോൾ കൊടുക്കാൻ എളുപ്പമായിരിക്കും. ആദ്യത്തെ സ്റ്റോപ്പ് നമുക്ക് 1 മണിക്കൂർ 12 മിനിറ്റ് ഉണ്ട്. ഇവിടുന്ന് 50 മൈൽ. അപ്പോൾ നമുക്ക് പോവാം. പോയിട്ട് 14 വീടും പപ്പയെന്ന് കൊടുത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിപ്പാം. ഇപ്പോൾ സമയം 4:15. നമുക്കിനിയും ഏകദേശം 10 മൈലോടുണ്ട്. അപ്പം ഇടയ്ക്ക് വെച്ച് ഞാൻ വണ്ടി ഒന്ന് നിർത്തിയതാണ് കാറ്റ് കൊള്ളാൻ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്ഥലമെത്തി. വേണ്ട, ഇവിടെയാണ് കൊടുക്കണ്ടേ. ഹലോ ആമസോൺ, താങ്ക് യു വെരി മച്ച്. സാറാ ഹലോ, cheers mate, thank you, bye bye. വണ്ടിക്കകത്ത് ഇനി ഏകദേശം 50% ചാർജ് കറക്റ്റ് ബാക്കിയുണ്ടേ. 125 മൈലിലൂടെ പോകുന്ന കാണിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കണം നമ്മുടെ വീട്ടിലോട്ട് ഇനി എത്ര മൈലുണ്ടെന്ന്. ചാർജ് ചെയ്യാതെ മാക്സിമം വീട്ടിലെത്തണം. അതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യമാണോ? ഇതല്ല, പെനിഫൈ. ഓക്കെ, എൻ്റെ ഈ വണ്ടി കിടക്കുന്ന വീട് കേട്ടോ. കൊടുത്തിട്ട് വരാം. ഗേറ്റിനകത്ത് കയറിക്കഴിഞ്ഞാൽ പട്ടി കാണും. ഇതിൻ്റെ അകത്തോട്ട് വെക്കാം അല്ലേ? അതിനകത്തോട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് പോവാം. അതാ കുന്നിലേക്ക് നോക്കൂ. ആട്ടിൻകൂട്ടങ്ങൾ പച്ചില മേയുന്നത് കണ്ടോ. നല്ല അടിപൊളി ഒരു ബ്രിഡ്ജ്. നമ്മുടെ സ്കോട്ട്ലൻഡിലുള്ള ഹാരി പോട്ടറിൻ്റെ ബ്രിഡ്ജ് പോലുണ്ട്. പക്ഷേ ഇത് വെയിൽസിലാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്താണേലും കൊള്ളാം. അടുത്ത വീട്ടിൽ കൊടുക്കാൻ വന്നാണേ. എൻ്റെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, പട്ടിയുണ്ട്. വരുമായിരിക്കും, ആൾക്കാർ വരുമായിരിക്കും. ഓൾറൈറ്റ്, താങ്ക് യു ബഡി. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡെലിവറി. ഹലോ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകണേ. നമുക്കിനി ഏകദേശം വീട്ടിലോട്ട് 59 മൈലും നമ്മുടെ വണ്ടി 74 മൈൽ ഓടുമെന്നാണ് കാണിക്കുന്നത്. സോ
ഈ 74 മൈൽ നമ്മൾ വീട്ടിലെത്തിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. എത്തുമായിരിക്കും. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് അപ്ഡേറ്റ് തരാം. വീട്ടിലെത്തുവാണെങ്കിൽ വീട്ടിലെത്തിയിട്ട് അപ്ഡേറ്റ് തരാം. ഓക്കെ. അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ നമ്മൾ താണ്ട് വീട്ടിലെത്തിയപ്പോൾ 3% ചാർജ് ബാക്കിയുണ്ട്. 3 മണിക്ക് തുടങ്ങിയ ഷിഫ്റ്റാണ്. വീട്ടിലെത്തിയപ്പോൾ 8 മണിയായി. എനിവേ ഇന്നത്തെ ഷിഫ്റ്റിന് നമ്മൾ 155 മൈൽ ഓടി 5 മണിക്കൂർ വർക്ക് ചെയ്തു. 100 പൗണ്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം വീണ്ടും കാണാം. ബൈ.